ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിക്ക് പിൻപേ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ നിന്നും അംഗീകാരവും പാരിതോഷികവും കയ്യടിയും നേടി തങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയ ഒട്ടനേകം ആളുകളുണ്ട്. ഒരു യഥാർത്ഥ ദൈവദാസനായിരിക്കുമ്പോൾ തന്നെ ലോകത്തിലെ ഒരു സെലിബ്രിറ്റി ആയിരിക്കുവാൻ സാധ്യമല്ല. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന ഏക കാര്യത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടാണ് മനുഷ്യനുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാകും. ന്യായപ്രമാണത്തിനുള്ള സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ പ്രാപിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഊന്നി പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. കുറുക്ക് വഴികളിലൂടെ ആരെങ്കിലുമൊക്കെ ആകുവാനുള്ള ശ്രമം ശുഭകരമാവില്ലെന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ മാതൃകാപരമായ പല തീരുമാനങ്ങളും എടുക്കുന്ന അബ്രഹാമിനെ നമ്മൾ കണ്ടു. രണ്ട് വ്യത്യസ്ത പ്രമാണങ്ങളുടെ പ്രതീകങ്ങളായിരുന്ന രണ്ട് രാജാക്കന്മാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിൽ അബ്രഹാം എത്തി. തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ രക്ഷിക്കുവാൻ യുദ്ധം ചെയ്ത് വിജയിച്ചു വരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നു. സോദോം ആകെ വഷളായ ഒരു പട്ടണമായിരുന്നു. സോദോം രാജാവായിരുന്ന ബേര, അവൻ പ്രതിനിധീകരിക്കുന്നത് ജഡമോഹം ജനിപ്പിക്കുന്ന ഈ ലോക വ്യവസ്ഥിതിയുടെ ആധിപത്യത്തെയാകുന്നു. ബേര എന്ന പേരിൻ്റെ അർത്ഥം സമ്മാനം എന്നത്രേ. ലോക വ്യവസ്ഥിതിയോട് അനുരഞ്ജനപ്പെട്ടു പോകുവാനുള്ള വിലപേശലാണ് ഈ സമ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോദോം എന്ന വാക്കിൻ്റെ അർത്ഥം വെന്തുരുകുക എന്നത്രേ. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുമെന്നതിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതുണ്ട്. നാം ബേരയുടെ മുൻപിൽ തലകുനിച്ചു കൊടുത്താൽ നാം താൽക്കാലികമായി നേടുന്നതെല്ലാം ഒരു നാൾ വെന്തുരുകിപ്പോകും. ലോത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. അബ്രാം സോദോം രാജാവിന് മുൻപിൽ തലകുനിക്കാതെ മൽക്കിസദേക്കിനെ തിരഞ്ഞെടുക്കുന്നു. മൽക്കിസദേക്ക് എന്നത് നീതിയുടെ രാജാവ് എന്നാണ്. ശാലോം എന്നാൽ സമാധാനം എന്നാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായവും 110-ാം സങ്കീർത്തനവും മൽക്കിസദേക്കിനെ യേശുക്രിസ്തുവുമായി താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത് നാം കാണുന്നു. അവൻ സമാധാനത്തിൻ്റെയും നീതിയുടെയും രാജാവാണ്. അബ്രഹാമിൻ്റെ കാലത്ത് മൽക്കിസദേക്ക് ആയിരുന്നതുപോലെ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ നമ്മുടെ രാജകീയ പുരോഹിതനായി വാഴുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നാം അവനെ സേവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതിയും സമാധാനവും അനുഭവിക്കുവാൻ നമ്മെ ശക്തനാക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. അങ്ങനെ അബ്രഹാം ബേരായെ അവഗണിക്കുകയും മൽക്കിസദേക്കിനെ അംഗീകരിക്കുകയും ചെയ്തപ്പോൾ വിശ്വാസത്തിൻ്റെ അതിമഹത്തായ ഒരു പ്രസ്താവന അവൻ നടത്തുകയാണ് ചെയ്തത്. അതെന്തായിരുന്നു? ലോകത്തെ എനിക്ക് വേണ്ട, യേശുവിനെ എനിക്ക് മതി എന്ന പ്രസ്താവന. ലോത്തും ഇതുപോലെ വിശ്വാസത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യത്തിലായിരുന്നു എന്ന് മറക്കരുത്. എന്നാൽ അവൻ ലോകവുമായുള്ള അനുരഞ്ജനത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത് സകലവും നഷ്ടപ്പെട്ടവനായി തീർന്നു. അവൻ സമ്പാദിച്ചതെല്ലാം വെന്തുരുകിപ്പോയി. ലോകം എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷലതാദികളും ഒന്നുമല്ല. പിന്നെയോ ദൈവത്തിനെതിരെയുള്ള സാത്താന്യ വ്യവസ്ഥിതിയാകുന്നു ലോകം എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത്.
മാനുഷികമായി ചിന്തിച്ചാൽ തൻ്റെ പരിശ്രമത്താൽ തൻ്റെ ആളുകളെ ഉപയോഗിച്ച് അബ്രഹാം യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൊള്ള മുതൽ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലായിരുന്നു. നിയമപരമായി ആ കൊള്ള മുതൽ അബ്രഹാമിൻ്റേതായിരുന്നു. എന്നാൽ ധാർമ്മികമായി അവനത് സ്വീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല. അത് തികച്ചും വ്യക്തിപരമായ തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം തന്നെ വിളിച്ച, തന്നെ നടത്തുന്ന ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ തെറ്റല്ലാത്ത പലതും ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ധാർമ്മികതയുടെ അതിര് ലംഘിക്കുന്നതാണ്. മൽക്കിസദേക്ക് അബ്രഹാമിന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയിങ്കൽ നിന്നുള്ള അനുഗ്രഹം നൽകി. അബ്രഹാം ജീവിച്ചത് യഹോവയുടെ അനുഗ്രഹത്താലാണ്, അല്ലാതെ ലോകത്തിൻ്റെ കോഴ കൊണ്ടായിരുന്നില്ല. തന്നെ ലോകം സമ്പന്നനാക്കിയെന്ന് ആരും ചിന്തിക്കരുതെന്ന് അബ്രഹാമിന് നിർബന്ധമുണ്ടായിരുന്നു. നാം നിസ്സാരമെന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റുപോലും നമ്മുടെ ആത്മീയ വളർച്ചയെ ബാധിക്കും എന്ന സത്യം നാം മറക്കരുത്. ഒരുപക്ഷെ അതൊരു പ്രവർത്തനമാകാം, ഒരു വാക്കാകാം, ഒരു ഭാവമാകാം. അബ്രഹാം സൊദോം രാജാവിനോട് പറഞ്ഞത് ഒരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ താൻ എടുക്കില്ല എന്നത്രേ. എന്നാൽ ഇത്രയും നിഷ്ഠയോടും ചിട്ടയോടും ജീവിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു തിക്താനുഭവം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്. എന്നാൽ ഈ അനുഭവം അബ്രഹാമിനെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്തത് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഇത് 4-ാമത്തെ പ്രാവശ്യമാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നത്. ദൈവം ഈ മനുഷ്യനെ എല്ലാ വിധത്തിലും അഭിവൃദ്ധിപ്പെടുത്തുകയും അവനെ വിശ്വാസത്തിൽ ശക്തീകരിക്കുകയുമാണ് ചെയ്യുന്നത്. കാരണം തൻ്റെ സഹോദരപുത്രൻ ലോത്തിനെ രക്ഷിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടുകയും സോദോം രാജാവ് നൽകിയ കൊള്ള സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക വഴി അബ്രഹാം വിശ്വാസത്തിൻ്റെ അതിഗംഭീരമായ ഒരു കാൽവയ്പ്പാണ് നടത്തിയത്. അതിനെ തുടർന്നാണ് ദൈവം അവന് പ്രത്യക്ഷനാകുന്നത്. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയമാകുന്നു എന്ന് ദൈവം പറയുന്നു. ഇത് മനോഹരവും ആശ്ചര്യജനകവുമായ ഒരു പ്രസ്താവനയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, യുദ്ധത്തിൻ്റെ സമയത്ത് അബ്രഹാം വലിയ അപകടത്തിൽപ്പെട്ട് കാണും. ജീവനോടെ തിരികെ വരുവാൻ സാധിക്കുമോ എന്ന് സംശയിച്ച ആ അവസരത്തിൽ ദൈവം അവനെ രക്ഷിക്കുകയാണ്. അതിനെ ഓർപ്പിക്കുന്ന വാചകമാണിത്, അബ്രഹാമേ ഞാൻ നിൻ്റെ പരിചയമാകുന്നു. അതായത്, അബ്രഹാമേ നിനക്കെതിരെ വരുന്ന സകലത്തെയും തടഞ്ഞു നിർത്തി നിന്നെ സംരക്ഷിക്കുന്ന പരിചയമാകുന്നു ഞാൻ. ഇത് ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ പറയുന്നതിന് തുല്യമാണ്. നീ യുദ്ധത്തിൽ പട്ടുപോകുകയില്ല, ഞാൻ നിന്നെ സംരക്ഷിക്കും. ആ കൊള്ള മുതൽ തിരികെ നൽകുക വഴി നീ ചെയ്തത് നല്ല കാര്യമാണ്. നീ അതുകൊണ്ട് പാപ്പരായി പോകുകയില്ല, ഞാൻ നിൻ്റെ പ്രതിഫലമാകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ നോക്കി ജീവിക്കുവാൻ സമർപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ എത്ര ഉന്നതമാണെന്നറിയാമോ? എന്നാൽ അബ്രഹാം തൻ്റെ ന്യായമായ സംശയം ദൈവത്തോട് ചോദിക്കുകയാണ്. 2-3 വാക്യങ്ങളിൽ അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമശ്ശേക്കുകാരനായ എലേസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു. ഇവിടെ അബ്രഹാം പറയുന്നത് എന്താണ്? ദൈവമേ, എനിക്ക് അധികം ധനമൊന്നും വേണ്ട, എനിക്കൊരു സന്തതിയില്ല എന്നുള്ള ഭാരമാണ് എന്നെ അലട്ടുന്നത്. അതുകൊണ്ട് എനിക്കൊരു മകനെ വേണം. എന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്നും എൻ്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ എണ്ണിക്കൂടാത്തതായിരിക്കുമെന്നും നീ എന്നോട് വാഗ്ദത്തം ചെയ്തതല്ലേ? എന്നാൽ ഇന്നും എനിക്കൊരു മകനില്ല. അക്കാലത്തെ നാട്ടുനടപ്പനുസരിച്ച് അബ്രഹാം മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ കാര്യവിചാരകനും അവൻ്റെ ദാസന്മാരുടെ പ്രമാണിയുമായ എലയാസാരിൻ്റെ മകനായിരിക്കും അബ്രഹാമിൻ്റെ അനന്തരാവകാശി. എന്നാൽ ദൈവം കൊടുക്കുന്ന മറുപടി ശ്രദ്ധിച്ചേ. 4-ാം വാക്യത്തിൽ, അവൻ നിൻ്റെ അവകാശിയാകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന്
അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഒരു വ്യക്തി ദൈവത്തോട് സത്യസന്ധമായി അടുത്ത് ചെല്ലുമ്പോൾ ദൈവം അങ്ങനെ തന്നെ അവനോട് ഇടപെടുന്നു. ദൈവം പറയുകയാണ്, അബ്രാമേ, ഞാൻ നിനക്ക് ഒരു മകനെ നൽകുവാൻ പോകുന്നു. ഇപ്പോൾ ഇതാ ദൈവം അബ്രാമിനെ കൈക്ക് പിടിച്ച് വെളിയിലേക്ക് നടത്തുന്നു. 5-ാം വാക്യത്തിൽ ആ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു. ഇത് വളരെ ശ്രദ്ധേയമാണ്. ആദ്യം ദൈവം അബ്രാമിനോട് പറഞ്ഞത് അവൻ്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുമെന്നാണ്. ഇപ്പോൾ അവൻ പറയുന്നത് അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അസംഖ്യമായിരിക്കുമെന്നത്രേ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ അബ്രാമിന് കഴിഞ്ഞില്ല. ഏകദേശം ഒരു 4000 നക്ഷത്രങ്ങൾ വരെ അബ്രാം കണ്ടെന്നിരിക്കട്ടെ. എന്നാൽ അവൻ നോക്കുന്നിടത്ത് തന്നെ 50,000-ത്തിലധികം ഉണ്ടായേക്കാം. തൻ്റെ സന്തതികളെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ അബ്രഹാമിന് കഴിയുകയില്ല എന്ന് സാരം. ഇന്ന് നിങ്ങൾക്കും അത് സാധ്യമല്ല. അവന് ഭൗതിക സന്തതിയായി ഇസ്രായേൽ ജാതിയും ആത്മീയ സന്തതിയായി ക്രിസ്തീയ സഭയും ഇന്നുണ്ട്. എങ്ങനെയാണ് സഭ അബ്രഹാമിൻ്റെ ആത്മീക സന്തതിയായത്? വിശ്വാസത്താൽ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവർ അബ്രഹാമിൻ്റെ മക്കളായി എന്ന് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു. സ്വാഭാവിക ജനനവും ആത്മീക ജനനവും 2 കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അബ്രഹാമിൻ്റെ ഈ 2 സന്തതികളും ഉൾപ്പെടും. ഇത് അതിമഹത്തായ ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. 6-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. തിരുവചനത്തിലെ ഏറ്റവും ഉന്നതമായ പ്രസ്താവനകളിൽ ഒന്നാണിത്. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അബ്രഹാം ദൈവത്തോട് ആമേൻ എന്ന് പറഞ്ഞു. ദൈവം അരുളി ചെയ്തു, ഞാനിത് നിനക്കായി ചെയ്യും. അപ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു ദൈവമേ, ആമേൻ. അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ അവൻ പറയുന്നത്, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അത് തരുവാൻ ദൈവം ബാധ്യസ്ഥനായിരുന്നു. എന്നാൽ നമുക്കത് കഴിയാത്തതിനാൽ ദൈവകൃപയല്ലാതെ മനുഷ്യനെ രക്ഷിക്കുവാൻ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ രക്ഷ ക്രിസ്തുവിലാണെന്ന് വിശ്വസിച്ച് അവനെ രക്ഷകനായി അംഗീകരിക്കുക മാത്രമാണ് മാർഗം. അബ്രഹാം ദൈവത്തിൽ അങ്ങനെ വിശ്വസിച്ചു. ദൈവം പറഞ്ഞത് അവൻ മുഖവിലക്കെടുത്തു. നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന വിധം അങ്ങനെ തന്നെയാണ്. ക്രിസ്തു നിങ്ങൾക്കായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെ ദൈവം നിങ്ങളെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും ഇതേ സത്യം പൗലോസ് വിവരിക്കുന്നുണ്ട്. അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം അവനെ ദൈവത്തോട് വിശ്വസ്തനാക്കി. എന്നാൽ അവൻ വിശ്വസ്തനായിരുന്നതിനാലല്ല ആത്മരക്ഷ നേടിയത്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചതിനാലാണ് രക്ഷപ്പെട്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വലിയ രക്ഷ സ്വന്തമാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമത്തിലാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം കർത്താവായ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുക എന്നതാണ്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. 15-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നാം കാണുന്നത്, പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാൻ ആകുന്നു എന്നരുളി ചെയ്തു. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. അബ്രഹാം
പ്രായോഗിക ബുദ്ധിയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിനർത്ഥം യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നു എന്നല്ല, മറിച്ച് അവയെ ദൈവത്തിൽ ആശ്രയിച്ച് നേരിടുന്നു എന്നാണ്. നാം ഓരോരുത്തരും അപ്രകാരം ആയിരിക്കണം. ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യ ബോധമുള്ള ജീവിതമാണ്. അബ്രഹാമിന് ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയണം. തനിക്ക് ചിലതൊക്കെ എഴുതി കയ്യിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് അബ്രഹാമിനുണ്ട്. എങ്ങനെയാണ് ദൈവം അതിന് മറുപടി കൊടുത്തത്? ഇന്നത്തെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉറപ്പ് കൊടുക്കുന്നത് പോലെ ചില ഉടമ്പടികളും ധാരണകളും ദൈവം അവന് നൽകുകയാണ്. അല്ലെങ്കിൽ ദൈവം അബ്രഹാമുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. 9ഉം 10ഉം വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. 9-ാം വാക്യം, അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്നു, ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു, പക്ഷികളെയോ അവൻ പിളർന്നില്ല. ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടതൊരു യാഗം ക്രമീകരിക്കുവാനാണ്. മൃഗങ്ങളെ അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ നടുവേ പിളർന്നു, എന്നാൽ പക്ഷികളെ പിളർന്നില്ല. അവയിൽ ഒന്നിനെ ഒരു വശത്തും മറ്റേതിനെ മറുവശത്തും വെച്ചു, പക്ഷികളെ. അക്കാലങ്ങളിൽ ആളുകൾ ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ ഈ മാർഗമായിരുന്നു അവലംബിച്ചിരുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരുവനിൽ നിന്നും ആടുകളെ വാങ്ങുവാൻ സമ്മതിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ അവർ ഇതുപോലെ ഒരു യാഗം നടത്തും. ആദ്യത്തെ കക്ഷി രണ്ടാമത്തെ കക്ഷിയുടെ കൈ പിടിച്ച്, എന്നിട്ട് അവരുടെ കരാർ തമ്മിൽ പറയുകയും യാഗത്തിൻ്റെ നടുവിലൂടെ അവർ നടക്കുകയും ചെയ്യുമായിരുന്നു. ഇക്കാലത്ത് കച്ചേരിയിൽ പോയി അധികാരപ്പെട്ട ആളിൻ്റെ മുൻപാകെ ഒപ്പുവെക്കുന്നത് പോലെ ആയിരുന്നു ഈ പറഞ്ഞ ആചാരം. അബ്രഹാമിൻ്റെ കാലത്തെ ന്യായ വ്യവസ്ഥിതി അനുസരിച്ച് തന്നെ ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, അക്കാലത്തെ സകല മനുഷ്യരുടെയും ഇടയിൽ നിലവിൽ നിന്നിരുന്ന ഒരു ആചാരമായി ഇതിനെ യിരെമ്യാ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എൻ്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും. ആ കാലങ്ങളിലെ മാർഗം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, യാഗവസ്തുവെടുത്ത് അതിനെ പിളർക്കുക, അതിനുശേഷം അന്യോന്യം കരാറുണ്ടാക്കുക. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അബ്രഹാം ഈ പറഞ്ഞതെല്ലാം ചെയ്തു. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അബ്രഹാം എല്ലാം ക്രമീകരിച്ചതിന് ശേഷം യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നു. യാഗം എങ്ങനെയെങ്കിലും റാഞ്ചിക്കൊണ്ടു പോകാൻ വന്ന അവയെ അബ്രഹാം അവിടെ നിന്നും ഓടിച്ചു കളയുകയാണ് ചെയ്തത്. ഇക്കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അബ്രഹാമിനോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേനെയും, അല്ലയോ അബ്രഹാമേ, നീയുമായി കരാർ ഉണ്ടാക്കേണ്ട ആ വ്യക്തി താമസിക്കുന്നുവല്ലോ, ഇനിയും അദ്ദേഹം ഇന്ന് വരാതിരിക്കുമോ? അതിന് അബ്രഹാമിൻ്റെ മറുപടി ഇങ്ങനെയായിരിക്കും, ഒരിക്കലുമല്ല, അവൻ ഇപ്പോൾ വരും. അവനാണ് പറഞ്ഞത് ഇതൊക്കെ ക്രമീകരിക്കാൻ, അവൻ വാക്കുമാറില്ല. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. ഇത് വളരെ വിചിത്രമായി തോന്നുന്നില്ലേ? അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ ചെല്ലേണ്ട ദൈവം ഇതാ അബ്രഹാമിനൊരു ഗാഢനിദ്ര വരുത്തി. ഇതൊരു അസാധാരണമായ ഉടമ്പടി തന്നെയാണ്. ദൈവം യാഗത്തിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അബ്രഹാം അങ്ങനെ യാഗത്തിലൂടെ കടന്നു പോകുന്നില്ല. അബ്രഹാം എന്തെങ്കിലും ചെയ്യാം എന്ന് വാഗ്ദത്തം ചെയ്യുന്നില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത്രമാത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിലേക്ക് വരുവാനും ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിക്കുവാനും പുത്രൻ സമ്മതിച്ചു. അതെ, എൻ്റെയും താങ്കളുടെയും പാപത്തിനു വേണ്ടി. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നവൻ ഉറപ്പു തന്നു.
എന്നാൽ ഞാനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ എങ്ങുമില്ലായിരുന്നു എന്നോർക്കണം. എന്നാൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, പുത്രനായ ദൈവം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കുരിശിൽ മരിച്ചു. അബ്രഹാം ഒന്നും തന്നെ വാഗ്ദാനം ചെയ്തില്ല. ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞെന്ന് ചിന്തിക്കൂ: അബ്രഹാമേ, നീ എന്നും രാത്രി ഈ പ്രാർത്ഥന ചൊല്ലാമെങ്കിൽ ഞാനിത് നിനക്കായി ചെയ്യുവാൻ പോവുകയാണ്. അബ്രഹാം ഒരു രാത്രി പ്രാർത്ഥന ചൊല്ലാൻ മറന്നുപോയി എന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഉടമ്പടി ലംഘനമായി. തന്മൂലം തൻ്റെ ഭാഗം ചെയ്യുവാൻ ദൈവം ബാധ്യസ്ഥനല്ലെന്ന് വരും. അവനത് നിവർത്തിക്കേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. എന്നാൽ ദൈവം പറഞ്ഞു അവൻ്റെ ഭാഗം ചെയ്യുമെന്ന്. അത് മാത്രമല്ല, ഒരു കാര്യം മാത്രം ചെയ്യുവാൻ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞത് വിശ്വസിക്കുവാൻ മാത്രമാണ് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് ആമേൻ പറയുവാൻ. അതെ, ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാണ് രക്ഷ. എന്നാൽ ഇവിടെ ഈ വാഗ്ദാനത്തിൽ ഒരു ട്വിസ്റ്റുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ അവൻ അബ്രാമിനോട്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എബ്രായ ജാതിയെ അവരുടെ ദേശത്തു നിന്നും 3 പ്രാവശ്യം പുറത്താക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ പുറത്താക്കലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവർ ദേശത്തേക്ക് തന്നെ മടങ്ങി വരുമെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്തതായി ബാബിലോന്യ പ്രവാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ അവിടെ ബന്ധികളാക്കി കൊണ്ടുപോയി പിന്നീട് അവർ തിരികെ വന്നു. AD 70 യെരുശലേം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ 3-ാം പ്രാവശ്യവും ആ ജനം ചിതറിക്കപ്പെട്ടു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അവർ അവിടേക്ക് പൂർണ്ണമായി മടങ്ങി വന്നിട്ടില്ല. ഞാനിത് പറയുമ്പോൾ പലർക്കും സംശയം തോന്നാം. ഇന്ന് ഈ ജാതി ആ ദേശത്തായിരിക്കുന്നത് ബൈബിളിൻ്റെ പൂർത്തീകരണമായിട്ടല്ലേ എന്ന് ചോദിച്ചേക്കാം. അല്ല, ദൈവവചനപ്രകാരം അവർ ഒരു ദിവസം സ്വന്തം ദേശത്തേക്ക് പൂർണ്ണമായി മടങ്ങി വരും. അത് ഇനി സംഭവിക്കുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. 14-ഉം 15-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന് ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിൻ്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അവർ വളരെയധികം സമ്പത്തോടുകൂടെ മിസ്രൈമിൽ നിന്ന് വന്നു. എന്നാൽ അത് കാണുവാൻ അബ്രഹാം ജീവിച്ചിരിക്കുകയില്ല എന്ന് ദൈവം ഉറപ്പിച്ചു പറയുന്നു. 16-ാം വാക്യത്തിൽ കാണുന്നത്, 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ഇവിടെ ദൈവം പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? ഈ ദേശത്ത് നിന്നെ ഇപ്പോഴാക്കുവാൻ എനിക്ക് സാധ്യമല്ല. കാരണം ഞാൻ അമോര്യരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് എങ്കിലേക്ക് തിരിയുവാൻ അവർക്കൊരവസരം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം അമോര്യർക്ക് 400 വർഷങ്ങൾ നൽകി. അതൊരു നീണ്ട കാലം തന്നെയായിരുന്നില്ലേ? അവർ അവങ്കിലേക്ക് തിരിയുമോ എന്ന് കാണുവാനാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്തത്. എന്നാൽ ആ ദേശത്ത് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ഒരേ ഒരു വ്യക്തി കനാന്യ സ്ത്രീയായിരുന്ന റാഹാബായിരുന്നു. അവൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, അവനിൽ വിശ്വസിച്ചു. ദൈവം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനെ വിശ്വസിക്കുക എന്നതാണ്. ദൈവം അമോര്യർക്ക് അതിനുള്ള അവസരം നൽകി, പക്ഷേ അവർ അത് ഉപയോഗിച്ചില്ല. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള, ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. ഇത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഒരു പ്രതീകമാണ്. തീച്ചൂള ന്യായവിധിയെ കാണിക്കുന്നു. എന്നാൽ പന്തം ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അന്ന് യഹോവ അബ്രാമിനോടൊരു നിയമം ചെയ്തു. നിൻ്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസിയർ, കത്മോന്യർ, ഹിത്യർ, പെരസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗസ്യർ, യെബൂസിയർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു.
അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്യുന്ന സ്ഥലം അവൻ അടയാളപ്പെടുത്തുന്നു. എന്നാൽ അബ്രഹാം തിരിച്ചൊന്നും വാക്ക് കൊടുക്കുന്നില്ല. അവൻ ദൈവത്തെ വിശ്വസിച്ച്, അത്ര തന്നെ. അതെ, ദൈവം നിങ്ങൾക്കായി ചെയ്തത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായും രക്ഷിക്കും. അവിടുത്തെ കൃപയാൽ അവൻ നിങ്ങളെ രക്ഷിക്കും. വിശ്വാസത്താൽ നമുക്ക് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കൃപ, ആ രക്ഷ സ്വന്തമാക്കുവാൻ സാധിക്കും. അപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ ഓരോരുത്തരെക്കുറിച്ചും ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക വാഗ്ദത്തങ്ങളുടെ ശ്രേഷ്ഠത അത് നിരുപാധികമാകുന്നു എന്നതാണ്. അരുളി ചെയ്ത് നിവർത്തിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക എന്നതും മാത്രമാണ് ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങളെ നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം.